ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ലിബിയക്കും നൈജീരിയക്കും അടുത്താണ് നൈജർ എന്ന വലിയ രാജ്യം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ 33 ഇരട്ടി വലിപ്പമുള്ള ഈ രാജ്യത്തിൽ 2,52,00,000 ജനങ്ങൾ താമസിക്കുന്നു. 64 വർഷം മുമ്പ് 30 ലക്ഷം ജനങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു കുടുംബത്തിന് 7 കുട്ടികൾ വീതം ശരാശരി ഇവിടെ ഉള്ളതുകൊണ്ട് വളരെ വേഗത്തിൽ ജനസംഖ്യ വർദ്ധിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയധികം ആളുകളെ തീറ്റിപ്പോറ്റുവാനുള്ള സാമ്പത്തിക ശേഷി ഈ രാജ്യത്തിനില്ല. അതുകൊണ്ട് ജനസംഖ്യാ പെരുപ്പം ഈ രാജ്യത്തിന് ഒരു അനുഗ്രഹമല്ല, ശാപമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ ഭൂരിഭാഗവും സഹാറ മരുഭൂമിയിൽപ്പെട്ടതായതുകൊണ്ട് ഫലഭൂയിഷ്ടവുമല്ല. അതുകൊണ്ട് കുറച്ചാളുകൾക്ക് മാത്രമേ ഈ രാജ്യത്തിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. പണ്ടുകാലത്ത് ഫ്രഞ്ചുകാർ ഭരിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു നൈജർ. 64 വർഷം മുമ്പാണ് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതിനുശേഷം 5 പ്രാവശ്യം പട്ടാള അട്ടിമറികൾ നടന്നിട്ടുണ്ട്. ഭരണഘടന 7 പ്രാവശ്യം മാറ്റി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രയോജനം ലഭിച്ചിട്ടില്ല. ഇപ്പോഴും ഭരണഘടന പ്രാബല്യത്തിലില്ല. പട്ടാളക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. തൊട്ടടുത്തുള്ള നൈജറിന്റെ കാര്യത്തിൽ സൈനികമായി ഇടപെടാറുണ്ട്. അതുപോലെ ഫ്രാൻസിനും ഇവിടെ സ്ഥിരമായ ഒരു സാന്നിധ്യമുണ്ട്. സാന്നിധ്യം എന്ന് പറഞ്ഞാൽ മതിയാവുകയില്ല. രാജ്യത്തിലെ എല്ലാ കാര്യങ്ങളിലും പഴയ ഭരണാധികാരികളായ ഫ്രഞ്ചുകാർ ഇടപെടാറുണ്ട്. പലപ്പോഴും പ്രാദേശികമായ സെൻസിറ്റിവിറ്റി ഫ്രഞ്ചുകാർക്ക് പിടികിട്ടാറില്ല. അടുത്ത കാലത്തായി ഒരു സൗന്ദര്യ മത്സരം നടത്തിയപ്പോൾ അത് ഇസ്ലാമിക മൂല്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ് നൈജറിലെ ജനങ്ങൾ വലിയ കുഴപ്പമുണ്ടാക്കുകയും അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഫ്രഞ്ചുകാരുടെ ഭരണത്തിൽ പ്രാദേശിക യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ട് പലപ്പോഴും അബദ്ധങ്ങൾ വരാറുണ്ട്. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവർ പല കാര്യങ്ങളും ചെയ്തിരുന്നത്. ഫ്രഞ്ചുകാർ കുറെ കൂടി ഏകപക്ഷീയമായി കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും അൺപോപ്പുലർ ആവാറുണ്ട്. നൈജറിലെ സാമ്പത്തിക മേഖല കൂടുതലും കൃഷിയും കന്നുകാലി വളർത്തലിനെയും ആശ്രയിച്ചിരിക്കുന്നു. ധാരാളം യുറേനിയം ഡെപ്പോസിറ്റ് ഉണ്ട്. യൂറോപ്യൻ യൂണിയന് ഏറ്റവും കൂടുതൽ യുറേനിയം സപ്ലൈ ചെയ്യുന്നത് നൈജറാണ്. വരൾച്ചയും മരുഭൂമിവൽക്കരണവും ഈ രാജ്യത്തെ അലട്ടുന്നുണ്ട്. അതിനു പുറമെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും പുരോഗതി കുറവാണ്. എയ്ഡ്സ് രോഗത്തിന്റെ ശല്യവുമുണ്ട്. ഗ്രാമങ്ങളിൽ റോഡുകളോ സ്കൂളുകളോ ആശുപത്രികളോ ഇല്ല. 98% മുസ്ലിങ്ങളുണ്ടെങ്കിലും ശരീഅത്ത് നിയമം ഇവിടെ നടപ്പാക്കിയിട്ടില്ല. അതിന് കാരണം ഫ്രഞ്ചുകാരുടെ എതിർപ്പാണ്. രാജ്യം ഭരിക്കുന്നത് നൈജർ സ്വദേശികളാണെങ്കിലും എല്ലാവരും ഫ്രാൻസിനെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത്. ഫ്രാൻസിനെ തുറന്നെതിർക്കുമ്പോൾ വീണ്ടും ഒരു പട്ടാള അട്ടിമറി ഉണ്ടാക്കുകയും ഫ്രാൻസിനെ അനുകൂലിക്കുന്ന പുതിയൊരു പട്ടാള മേധാവി അധികാരത്തിൽ വരികയും ചെയ്യും. എന്ന് മാത്രമല്ല, നൈജറിലെ ജനങ്ങൾ മതപരമായി കുറെ കൂടി തീവ്രത കുറഞ്ഞ ആൾക്കാരാണ്. സ്ത്രീകളെയും പുരുഷന്മാരെയും വേർതിരിക്കുന്ന ഒരു രീതി ഈ രാജ്യത്തിലില്ല. തലമറക്കുന്നത് നിർബന്ധവുമല്ല. നഗരങ്ങളിൽ സ്ത്രീകൾ ഒരിക്കലും തലമറക്കാറില്ല. ആൽക്കഹോളിന്റെ ഉപയോഗം വ്യാപകവുമാണ്. ഇവിടുത്തെ മുസ്ലിങ്ങൾ പ്രേതങ്ങളിലും ഭൂതങ്ങളിലും വിശ്വസിക്കുന്നവരാണ്. ആഫ്രിക്കൻ രീതിയിലുള്ള മന്ത്രവാദങ്ങളും കൂടോത്രങ്ങളും അനുഷ്ഠിക്കണമെന്ന് അവർക്ക് വലിയ നിർബന്ധവുമുണ്ട്. അതിനു പുറമെ ഫ്രഞ്ചുകാർ നൈജറിലെ പട്ടാളക്കാരെ നിർബന്ധിച്ച് അയൽ രാജ്യങ്ങളിലുള്ള ഇസ്ലാമിക തീവ്രവാദികളെ അടിച്ചമർത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ബോക്കോ ഹറാമിനെതിരായി പോരാടാൻ നൈജറിൽ നിന്ന് ഫ്രഞ്ചുകാർ പട്ടാളക്കാരെ കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് ഒരു ഇസ്ലാമിസ്റ്റ് അന്തരീക്ഷം ഈ രാജ്യത്തിലില്ല. ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ 2ാമത്തെ രാജ്യമായി ഇപ്പോൾ നൈജർ അറിയപ്പെടുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം വളരെ താഴ്ന്ന നിലയിലാണ്. രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷ ഫ്രഞ്ച് ആണെങ്കിലും ഭൂരിഭാഗം ആളുകൾക്കും ഫ്രഞ്ച് സംസാരിക്കാൻ അറിയുകയില്ല. ഈ രാജ്യത്തിന്റെ തലസ്ഥാനം നിയാമി നഗരമാണ്. 13 ലക്ഷം ജനങ്ങൾ നിയാമി നഗരത്തിൽ താമസിക്കുന്നു. ധാരാളം ഓപ്പൺ എയർ മാർക്കറ്റുകളും റിവർ സൈഡ് കമ്മ്യൂണിറ്റീസുമുള്ള മനോഹരമായൊരു നഗരമാണ് നിയാമി. മുസ്ലിം പള്ളികളും മദ്രസകളും ഈ നഗരത്തിൽ നിറഞ്ഞിരിക്കുന്നു.